പ്രാഥമികമായിട്ട് നമുക്ക് ആരോഗ്യ സ്ഥാപനങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ വിവിധ തരം ആരോഗ്യ സ്ഥാപനങ്ങളെ കുറിച്ചും നമ്മൾ കേട്ടു. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഓരോ ആരോഗ്യ സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഓരോ തലത്തിലുള്ള ആരോഗ്യ സ്ഥാപനത്തിലും ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി സ്വഭാവത്തിലും ചില വ്യത്യാസങ്ങൾ വരാം. ഉദാഹരണമായിട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നൽകുന്ന സേവനങ്ങളായിരിക്കില്ല ഒരു ദ്വിതീയ തല ആരോഗ്യ സ്ഥാപനത്തിൽ പോകുമ്പോൾ. താലൂക്ക് ആശുപത്രി, സാമൂഹികാരോഗ്യ കേന്ദ്രം, ജില്ലാ ആശുപത്രി തുടങ്ങിയ സ്ഥലത്ത് നൽകുന്ന സേവനങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നൽകുന്ന സേവനങ്ങളെക്കാളും വ്യത്യസ്തമാണ്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങളാണ് മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ, അതായത് തൃതീയ തല ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലുള്ള സൗകര്യങ്ങളെ അപേക്ഷിച്ച് താലൂക്ക് ആശുപത്രിയിലോ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലോ വരുമ്പോൾ സംവിധാനങ്ങളും സൗകര്യങ്ങളും വളരെ കൂടുതലാണ്. അത്തരം സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി സ്വഭാവത്തിലും വ്യത്യാസം വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ താലൂക്ക് ആശുപത്രിയിൽ വരുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്, ലേബർ റൂമുകളുണ്ട്, അല്ലേ? വിപുലീകരിച്ച അല്ലെങ്കിൽ വിശാലമായ അത്യാഹിത സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണെങ്കിൽ ഇത്തരം സൗകര്യങ്ങളില്ല. അപ്പോൾ വലിയ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസവുമുണ്ട്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ജോലി സ്വഭാവവും വ്യത്യാസപ്പെട്ടല്ലെങ്കിൽ മനസ്സിലാക്കി നാം ജോലി ചെയ്യേണ്ടത്. വിവിധ സർക്കാർ ഉത്തരവുകളുണ്ട് നമ്മുടെ ജോലി സ്വഭാവത്തെക്കുറിച്ച്. ഏറ്റവും അവസാനമായിട്ടുണ്ടായ സർക്കാർ ഉത്തരവ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വന്നപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഹോസ്പിറ്റൽ അറ്റൻഡ് ഗ്രേഡ് 1, ഗ്രേഡ് 2, PTS എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞും ഏറ്റവും അവസാനം ഒരു ഉത്തരവ് വന്നു. ഈ മുൻപ് ഹോസ്പിറ്റൽ അറ്റൻഡന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് വിഭാഗം ചെയ്യേണ്ട ജോലി സ്വഭാവവും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി വന്ന സമയത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും ഒന്നിച്ച് ചേർത്താണ് ഇന്നത്തെ സെഷനിൽ പറയുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ജോലി സ്വഭാവം പറയുന്നെങ്കിലും നമ്മുടെ സർക്കാർ ഉത്തരവില് ഇന്നത് ചെയ്യണം എന്ന് പറയുന്നതിന് അപ്പുറം ആ ജോലി എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള വിധത്തിലാണ് പറയാൻ പോകുന്നത്. ജോലി സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആദ്യം നമ്മളെക്കുറിച്ച് തന്നെ അറിഞ്ഞിരിക്കണം. ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അറ്റൻഡർ ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ ആ ആരോഗ്യ സ്ഥാപനത്തിലെ മുൻനിര പോരാളികളാണ്. കോവിഡ് വന്ന സമയത്ത് നമ്മളെ മുൻനിര പോരാളികൾ എന്ന് വിളിച്ചു. പക്ഷേ നമ്മളാണ് എപ്പോഴും മുൻനിര പോരാളികൾ എന്ന് നമ്മുടെ മനസ്സിലും കരുതണം. ആരോഗ്യ സ്ഥാപനത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഓരോ ഹോസ്പിറ്റൽ അറ്റൻഡർമാരും നഴ്സിംഗ് അസിസ്റ്റന്റുമാരും. അവരെ മാറ്റി നിർത്തി നമുക്ക് ആരോഗ്യ സ്ഥാപനത്തിൽ ഒരു പ്രവർത്തനവും നടത്താൻ കഴിയില്ല. അപ്പോൾ നമ്മളാണ് അവിടുത്തെ പ്രധാനപ്പെട്ടവർ എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ആദ്യം ഒരു ചിന്ത വരേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ കൃത്യമായി നമ്മുടെ ജോലികൾ നമുക്ക് ചെയ്യാനും കഴിയൂ. ഓരോ കാറ്റഗറി ജീവനക്കാരും അവരുടെ ജോലി സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ മേലധികാരികൾ നമ്മുടെ ജോലി സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തരും. അതുകൂടാതെ തന്നെ സർക്കാർ ഉത്തരവുണ്ട്. ആ ഉത്തരവെടുത്ത് നമുക്ക് വായിക്കാവുന്നതുമാണ്. ഡ്യൂട്ടിക്ക് ഹാജരാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്യൂട്ടി സമയത്ത് തന്നെ ഡ്യൂട്ടിക്ക് ഹാജരാകുക എന്നുള്ളതാണ്. ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡ്യൂട്ടി സമയം വ്യത്യാസപ്പെട്ടതായിരിക്കും. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ ഡ്യൂട്ടി സമയം ആയിരിക്കില്ല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലോ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ അവിടുന്ന് ജില്ലാ ആശുപത്രിയിലോ ചെല്ലേണ്ടത്. ഓരോ ആരോഗ്യ സ്ഥാപനത്തിന്റെയും ഡ്യൂട്ടി സമയം എങ്ങനെയാണെന്ന് സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം നമ്മുടെ ഡ്യൂട്ടി സമയത്ത് തന്നെ ഹാജരാകേണ്ടതാണ്. ഡ്യൂട്ടി സമയത്ത് ഹാജരാകുന്നതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ട ഒരു വസ്തുതയാണ് യൂണിഫോം എന്നുള്ളത്. യൂണിഫോം കൃത്യം സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ളതും വൃത്തിയുള്ളതുമായ യൂണിഫോം തന്നെ ധരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ധാരാളം അസുഖങ്ങൾ, പ്രത്യേകിച്ചും അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വസ്ത്രങ്ങൾ വളരെ വൃത്തിയുള്ളതായിരിക്കേണ്ടത് ആവശ്യമാണ്. അത്തരം സന്ദർഭത്തിൽ യൂണിഫോം വൃത്തിയുള്ളത് തന്നെ ധരിച്ച് ഡ്യൂട്ടിക്ക് ഹാജരാകണം. ഐഡന്റിറ്റി കാർഡും ഡ്യൂട്ടി സമയത്ത് കൃത്യമായി ധരിക്കണം. ഐഡന്റിറ്റി കാർഡിന് പുറമെ ഇപ്പോൾ നെയിം പ്ലേറ്റും പറയുന്നുണ്ട്. നമുക്കറിയാം പല പല അക്രഡിറ്റേഷൻ, അതായത് ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഐഡന്റിറ്റി കാർഡിനോടൊപ്പം തന്നെ
നെയിം പ്ലേറ്റും കൂടി ധരിക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നെയിം ബോർഡ് ധരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഐഡന്റിറ്റി കാർഡ് കൃത്യമായിട്ട് ധരിക്കണം. ഐഡന്റിറ്റി കാർഡ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും ഐഡന്റിറ്റി കാർഡ് ധരിച്ചാൽ നമ്മളത് മറ്റുള്ളവർ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ പേര് കണ്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, നമ്മുടെ സമയത്തല്ലേ, ഡ്യൂട്ടി സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മുടെ പേര് നോക്കി എഴുതി പരാതി കൊടുക്കില്ലേ? ഇത്തരം ചിന്തകൾ കാരണം ഐഡന്റിറ്റി കാർഡ് ആരും പ്രദർശിപ്പിക്കില്ല. നമ്മുടെ ഐഡന്റിറ്റി പ്രദർശിപ്പിച്ച് ഡ്യൂട്ടി എടുക്കുക എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിനും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ ഐഡന്റിറ്റി കാർഡ് ധരിക്കുന്നതിന് ആരും ബുദ്ധിമുട്ട് വിചാരിക്കരുത്. കൃത്യമായും ഐഡന്റിറ്റി കാർഡ് ധരിക്കണം. ഐഡന്റിറ്റി കാർഡ് മറ്റുള്ളവർ കാണുന്ന വിധത്തിൽ തന്നെ ധരിക്കണം. ധരിച്ച ഐഡന്റിറ്റി കാർഡ് കോട്ടിനകത്തേക്കോ പോക്കറ്റിനകത്തേക്കോ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വാഭാവികമായും ഒരു സിസ്റ്റം, അല്ലെങ്കിൽ എൻ്റെ രീതി ഇങ്ങനെയാണ് എന്ന് കൊണ്ടുവരിക ഡ്യൂട്ടിക്ക് ഹാജരാകുന്ന സന്ദർഭത്തിൽ. അതിൽ 3 കാര്യങ്ങൾ നമുക്ക് പ്രാധാന്യത്തോടു കൂടി കാണാം. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് എത്തുക, സർക്കാർ അംഗീകാരപ്രകാരമുള്ള യൂണിഫോം ധരിക്കുക, ഐഡന്റിറ്റി കാർഡ് ധരിക്കുക. ഈ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഈ 3 കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് ഓരോ ജീവനക്കാരനും കൃത്യമായിട്ട് തന്നെ മനസ്സിൽ കരുതി അത് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡ്യൂട്ടിക്ക് ഹാജരായി കഴിഞ്ഞാൽ നമ്മുടെ മുകളിലോട്ട് പല വിധത്തിലുള്ള മേലുദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു വാർഡിലാണ് ഡ്യൂട്ടിക്ക് വന്നാൽ വാർഡിൽ നമ്മുടെ തൊട്ട് മുകളിലായിട്ട് നഴ്സിംഗ് ഓഫീസർ ഉണ്ട്, സീനിയർ നഴ്സിംഗ് ഓഫീസർ ഉണ്ട്. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്. അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റ് ഉണ്ട്. നമ്മുടെ മേലുദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന ആശുപത്രി സംബന്ധമായ, അതായത് നാം ജോലി ചെയ്യുന്ന ആരോഗ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും രോഗീ പരിചരണ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി നിർവഹിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആരോഗ്യ സ്ഥാപനം അനുസരിച്ച് ഈ ജോലി ക്രമീകരണങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. പക്ഷേ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക്, അല്ലെങ്കിൽ അവിടെ വരുന്ന ഉപഭോക്താവിന് വേണ്ട സേവനം കൊടുക്കുന്നതിന് നമ്മുടെ മേലധികാരികൾ നിർദ്ദേശിക്കുന്ന ഏത് ജോലിയും ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗീ സൗഹൃദ മനോഭാവത്തോടെ ആയിരിക്കണം. രോഗീ സൗഹൃദ മനോഭാവം നമ്മൾ വരുന്ന ഓരോരുത്തരോടും കാണിക്കേണ്ടതാണ്. ഇപ്പോ രോഗീ സൗഹൃദ മനോഭാവം എന്നല്ല നമ്മൾ പറയുന്നത്, ജനസൗഹൃദ നിലപാടെന്നാണ്. അതായത് ആശുപത്രിയിൽ വരുന്ന രോഗിയോടൊപ്പം തന്നെ മറ്റ് പല സേവനങ്ങൾക്ക് വരുന്നവർ കാണും, അതുകൂടാതെ അവരുടെ കൂട്ടിരിപ്പ് കാണും, അവരെ സന്ദർശിക്കുന്നവർ കാണും. ഈ വരുന്ന എല്ലാവരോടും സൗഹൃദ മനോഭാവത്തോടു കൂടി തന്നെ പെരുമാറാൻ ഓരോ ജീവനക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഡ്യൂട്ടി സമയം കഴിയുന്നത് വരെ ഡ്യൂട്ടി സ്ഥലത്ത് നിർബന്ധമായും തുടരുക എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1, നമുക്കൊരു വാർഡിൽ ഡ്യൂട്ടി ഇട്ടു, ആ വാർഡിലെ ജോലിയെല്ലാം കഴിഞ്ഞു, നമ്മുടെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞു, നമ്മുടെ മേലധികാരി നിർദ്ദേശിച്ച ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഇവിടുന്ന് മാറി മറ്റൊരു വാർഡിൽ പോയി ഇരിക്കുന്നതിനോ, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി റൂമിൽ, നമ്മുടെ സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കുന്നതിനോ, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായി മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നതോ ചെയ്യാൻ പാടില്ല. നിർദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ ഡ്യൂട്ടി സമയം, ഇപ്പൊ ഷിഫ്റ്റ് ഡ്യൂട്ടി ഉള്ളിടത്ത് പല സമയത്താണ് ഷിഫ്റ്റ് ഡ്യൂട്ടി പറയുന്നത്. 7:30, 1:30, 1:30 തൊട്ട് 7:30, രാത്രി 7:30 തൊട്ട് രാവിലെ 7:30 വരെ പറയാം. ഇത്തരത്തിൽ നമ്മുടെ ഡ്യൂട്ടി സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി സമയം എത്ര സമയമാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ആരോഗ്യ സ്ഥാപനത്തിൽ ആ ഡ്യൂട്ടി സമയം കഴിയുന്നത് വരെ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഡ്യൂട്ടി സ്ഥലത്ത് തന്നെ തുടരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചില സന്ദർഭങ്ങളിൽ മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡ്യൂട്ടിക്ക് മാറിപ്പോകേണ്ടി വരും. ഇപ്പൊ ഒരു ജില്ലാ ആശുപത്രിയിൽ എടുക്കുകയാണ്, മെയിൽ വാർഡിലാണ് ഇന്ന് എന്നെ ഡ്യൂട്ടിക്ക് വിട്ടത്. മെയിൽ വാർഡിലെ ഡ്യൂട്ടി കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനുള്ളത് നിർദ്ദേശിച്ച ജോലി ചെയ്തു കഴിഞ്ഞു, മറ്റൊരു വാർഡിൽ അത്യാവശ്യമായിട്ട് നമുക്ക് പോകാനായിട്ട് മേലധികാരി നിർദ്ദേശിച്ചാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. അത്തരം ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്തെ തൊട്ടടുത്ത മേലധികാരിയുടെ അനുവാദം വാങ്ങി മാത്രമേ മറ്റൊരു ഏരിയയിലേക്ക് പോകാൻ പാടുള്ളൂ. മെയിൽ വാർഡിലാണ് ഡ്യൂട്ടി ഇട്ടത്, പക്ഷേ മറ്റൊരു വാർഡിൽ പോകാൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ നമ്മുടെ വാർഡിലെ, നമുക്ക് ആദ്യം ഡ്യൂട്ടി ഇട്ട വാർഡിലെ മേലധികാരിയെ അറിയിക്കാതെ പോകാൻ പാടില്ല. കൂടാതെ നമ്മുടെ വ്യക്തിപരമായ ചില ആവശ്യം ചിലപ്പോ പലർക്കും അറിയാവുന്നതാണ് അല്ലെ,
അടുത്തൊരു വാർഡിൽ അത്യാവശ്യം വേറൊരു രോഗിയെ സന്ദർശിക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ ജോലിയിലുള്ള വേറൊരു ജീവനക്കാരനെയോ ജീവനക്കാരിയെയോ ഒക്കെ സന്ദർശിക്കുന്നതിന്, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ആവശ്യം തലേ ദിവസം മേലധികാരി പറഞ്ഞ് ഏൽപ്പിച്ച കാര്യമായിരിക്കാം, നമുക്ക് ഇന്നാണ് അത് ചെയ്യേണ്ടി വരുന്നത്, സ്റ്റോക്കിൽ പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെ. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ പോലും ജോലി സമയത്തുള്ള മേലധികാരിയെ അറിയിച്ച് അവരുടെ അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ മറ്റു സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ. ഇത് വളരെ കൃത്യനിഷ്ഠതയോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ്. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡ്യൂട്ടി സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള അത്യാവശ്യങ്ങൾക്കായി ആശുപത്രി പരിസരം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ ഡ്യൂട്ടി സ്ഥലത്തെ മേലധികാരിയെ അറിയിച്ചതിന് ശേഷം മാത്രം സ്ഥാപന മേലധികാരിയുടെയും കൂടി അനുവാദത്തോടു കൂടി പുറത്തു പോകേണ്ടതാണ്. പല സന്ദർഭങ്ങളിലും പോകേണ്ടി വരും. ഇതിന് 1-2 ഉദാഹരണങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു എമർജൻസി ആയിട്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് ലീവ് ചോദിച്ചിരിക്കും. പക്ഷേ അന്ന് ലീവ് തരാൻ നമ്മുടെ മേലധികാരികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മളെ ഡ്യൂട്ടിക്ക് ചെല്ലാൻ നിർദ്ദേശിക്കും. പക്ഷേ അന്ന് നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾക്ക് പോകേണ്ടതായി വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡ്യൂട്ടി സ്ഥലത്തെ മേലധികാരിയുടെയും സ്ഥാപന മേലധികാരിയുടെയും അനുവാദം വാങ്ങി മാത്രമേ പുറത്ത് പോകാൻ പാടുള്ളൂ. പുറത്തു പോകുമ്പോൾ 1-2 കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് പുറത്തു പോകേണ്ടി വന്നാൽ പോകുന്നതിന് മുമ്പായി സ്ഥാപനത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു രജിസ്റ്ററിൽ എഴുതി രേഖപ്പെടുത്തും. സാധാരണ ഇതിനെ മൂവ്മെന്റ് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും കാണും. ഇത്തരം രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തണം. ഇതിലെ രേഖപ്പെടുത്തലുകളിൽ പ്രധാനം വേണ്ടത് പോകുന്ന ഡേറ്റ്, സമയം, എന്ത് ആവശ്യത്തിനാണ് പോകുന്നത്, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മേലധികാരിയുടെ അനുവാദവും വാങ്ങി പുറത്തു പോകുക. തിരികെ വന്നു കഴിഞ്ഞാലോ? തിരികെ വന്നു കഴിഞ്ഞാൽ ആ വിവരവും കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. എല്ലാവരും ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമ്മൾ മൂവ്മെന്റ് രജിസ്റ്ററിൽ എഴുതുന്നുണ്ടായിരിക്കും, തിരികെ വരുന്ന കാര്യം രേഖപ്പെടുത്തുക എന്നുള്ളതും അതുപോലെ പ്രാധാന്യമാണ്. ആവശ്യം കഴിഞ്ഞ് തിരികെ വന്നാൽ തിരികെ വന്ന സമയവും രേഖപ്പെടുത്തി മേലധികാരിയുടെ കൗണ്ടർ സൈനും അവിടെ വാങ്ങിക്കേണ്ടതാണ്. അടുത്ത പ്രാധാന്യത്തോടുകൂടി കാണേണ്ട കാര്യമാണ് ഡ്യൂട്ടി ഹാൻഡ് ഓവർ എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവർക്കും അറിയാം ഹാൻഡ് ഓവർ ഉണ്ടോന്ന്. ഹാൻഡ് ഓവറിങ്ങിന്റെ ഭാഗമായിട്ട് ചില സ്ഥലത്തൊക്കെ രജിസ്റ്റർ വെച്ചേക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. ഹാൻഡ് ഓവറിങ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് സംശയം തോന്നും, ഞങ്ങൾ രോഗികളുടെ നേരിട്ടുള്ള പരിചരണവുമായി ബന്ധപ്പെടുന്നില്ലല്ലോ, അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യണോ? ഉറപ്പായും ഹാൻഡ് ഓവർ ചെയ്യേണ്ടതുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ സമയത്ത് നമുക്ക് ജോലികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരാം. ഉദാഹരണം, സ്റ്റോർ റൂമിൽ നിന്നും സ്റ്റോക്ക് എടുത്തുകൊണ്ട് വരുന്നത്. ചില സ്റ്റോക്കുകൾ നമുക്കപ്പോ തന്നു കാണില്ല, അടുത്ത സമയത്തായിരിക്കും തരാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോഴായിരിക്കും അത് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാതെ പോയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സാധനം കിട്ടിയോ കിട്ടിയില്ലേ എന്ന് ഉറപ്പുവരുത്താൻ കഴിയാതെ വരും. അതിനാൽ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന ജോലികൾ പൂർത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ അടുത്ത ഡ്യൂട്ടിക്ക് വരുന്ന നഴ്സിംഗ് അസിസ്റ്റന്റിനോടോ ഹോസ്പിറ്റൽ അറ്റൻഡിനോടോ പ്രത്യേകം പറഞ്ഞ് ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. ഹാൻഡ് ഓവർ പറയുന്നതോടൊപ്പം തന്നെ ഹാൻഡ് ഓവറിന് ഒരു രജിസ്റ്ററും കൂടി വെച്ച് അതിൽ രേഖപ്പെടുത്തലുകൾ നടത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ ജോലി കൃത്യമായി ചെയ്തു എന്ന് നമുക്ക് ആർക്കും തെളിവ് നൽകാൻ കഴിയും. ഹാൻഡ് ഓവർ രജിസ്റ്ററും കൂടി സൂക്ഷിക്കുന്നത് നല്ലൊരു പ്രവർത്തനമായിരിക്കും. അടുത്ത് ലീവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. ലീവ് എപ്പോഴും മേലധികാരിയുടെ മുൻകൂർ അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ലീവ് എടുക്കുമ്പോൾ മേലധികാരിയുടെ അനുവാദം നമുക്ക് കിട്ടിയാലും നമ്മുടെ കൂടെ ഡ്യൂട്ടി എടുക്കുന്ന ജീവനക്കാരെ അറിയിക്കുന്നത് ഉത്തമമാണ്. കാരണം ചില ജോലികളെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെയ്യാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം സന്ദർഭത്തിൽ നമുക്കൊരു എമർജൻസി ലീവ് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി തന്നെ എടുക്കേണ്ടി വന്നാൽ നമ്മുടെ ലീവിന്റെ വിവരം കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെയും കൂടി അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുൻധാരണയോട് കൂടി വന്ന് ജോലി ചെയ്യുന്നതിന് കഴിയും.
ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമുക്ക് എമർജൻസി ലീവ് എടുക്കേണ്ടി വരും. അതും നമ്മുടെ സർവീസിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. പെട്ടെന്നൊരു അപകടം ഉണ്ടാകാം, നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും മരണം സംഭവിക്കാം. ഇത്തരം സന്ദർഭത്തിലൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ലീവ് എടുത്താൽ നമ്മൾ ഡ്യൂട്ടി സമയം തുടങ്ങുന്നതിന് മുമ്പ് അറിയിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഉത്തമം. പ്രത്യേകിച്ചും ഷിഫ്റ്റ് ഡ്യൂട്ടിയുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഡ്യൂട്ടി സമയം തുടങ്ങുന്നതിന് മുമ്പ് മേലധികാരിയെ അറിയിച്ച് അനുവാദം വാങ്ങുകയും നമ്മുടെ കൂടെ ഡ്യൂട്ടി എടുക്കേണ്ട ജീവനക്കാരെയും കൂടി അറിയിക്കേണ്ടത് വളരെ ഉത്തമമാണ്. അടുത്ത ഏറ്റവും ശ്രദ്ധിക്കേണ്ട വസ്തുതകളിൽ ഒന്നാണ് ആശുപത്രി ഉപകരണങ്ങളും മറ്റ് അനുബന്ധ വസ്തുക്കളും കേടുപാടുകൾ വരുത്താതെ സംരക്ഷിക്കുക. കേടുപാടുകൾ വരുത്താതെ സംരക്ഷിക്കുക എന്നുള്ളതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ ഉണ്ടാകുന്ന കേടുപാടുകൾ. അടുത്തത്, നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിൽ വരുന്ന രോഗികളോ അവരുടെ കൂട്ടുകുരുപ്പുകാരിൽ നിന്നോ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട്, ഉപകരണങ്ങൾ കൊണ്ടാകുന്ന കേടുപാടുകൾ. ഈ 2 തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാലും എത്രയും വേഗം തന്നെ മേലധികാരികളെ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മേലധികാരികളെ അറിയിക്കുന്നതോടൊപ്പം തന്നെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സത്യസന്ധമായി പറയാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ മുന്നോട്ട് ഗുണമുള്ള സേവനങ്ങൾ നൽകാൻ കഴിയും. അതായത് ഉപകരണങ്ങൾ പല വിധത്തിലാണ് കേടുപാടുകൾ സംഭവിക്കുന്നത്. ചിലപ്പോൾ ഉപകരണങ്ങളുടെ നിർമ്മാതാക്കൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് കേടുപാടുകൾ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ അത് ഹാൻഡിൽ ചെയ്ത രീതി കൊണ്ട് കേടുപാടുകൾ സംഭവിക്കാം. ഇത്തരത്തിൽ ഏത് രീതിയിൽ സംഭവിച്ചാലും നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ റൂട്ട് കാസ് ആ മേലധികാരികൾക്ക് കണ്ടെത്തുന്നതിനും അത് കൃത്യമായി പരിഹരിക്കുന്നതിനും കഴിയും. ആശുപത്രിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക. ആശുപത്രിയും പരിസരവും എന്ന് പറയുമ്പോൾ രോഗികളുടെ പരിചരണം നൽകുന്ന സ്ഥലം മുതൽ ആശുപത്രിയുടെ ചുറ്റുപാടുൾപ്പെടെ വല്ല പ്രവർത്തനങ്ങൾ ഇതിൽ വരും. ഓരോ ജീവനക്കാർക്കും ആശുപത്രിയുടെ അല്ലെങ്കിൽ പോളിസി അനുസരിച്ച് ജോലി വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരിക്കും. നഴ്സിംഗ് അസിസ്റ്റന്റ് ഇതൊക്കെ ചെയ്യാം. കൂടെ നമ്മുടെ സർക്കാർ ഉത്തരവുകളും നിലവിലുണ്ട്. ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഗ്രേഡ് 1 ഉണ്ടെങ്കിൽ ഗ്രേഡ് 1 ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഈ വാർഡില് ഗ്രേഡ് 2 ഇന്നതൊക്കെ ചെയ്യണം, PTS ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ചില സന്ദർഭങ്ങളിൽ ഇതിൽ ഒരാൾ വന്നില്ല അല്ലെങ്കിൽ ഒരാൾ വരാതിരുന്നു, ഒരാളുടെ ഒഴിവുണ്ട്, ഇത്തരം സന്ദർഭങ്ങളൊക്കെ വന്നാൽ ഇതിൽ ഒരാളുടെ ജോലി ആര് ചെയ്യണം എന്നുള്ളതും സ്ഥാപന മേലധികാരിയാണ് തീരുമാനിക്കുന്നത്. അത് പ്രകാരം നമ്മൾ കൃത്യമായിട്ട് ഈ ജോലികൾ ചെയ്യേണ്ടതാണ്. ആശുപത്രികളിൽ വിവിധ തരം ക്ലിനിക്കുകൾ നടക്കാം. ചില സന്ദർഭങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടക്കാം. ഇതെല്ലാം തന്നെ മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും നഴ്സിംഗ് അസിസ്റ്റന്റിന്റെയും ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 ഉത്തരവാദിത്വമാണ്. വിവിധ ക്ലിനിക്കുകൾ എന്ന് പറയുമ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വരുമ്പോഴേക്കും നമുക്കറിയാം അല്ലേ, ശ്വാസ് ക്ലിനിക്ക് നടക്കുന്നുണ്ട്, ആശ്വാസ് ക്ലിനിക്ക് നടക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വലിയൊരു ആരോഗ്യ സ്ഥാപനം താലൂക്ക് ആശുപത്രിയൊക്കെ പോകുമ്പോൾ പല സന്ദർഭങ്ങളിലും ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതുകൂടാതെ മറ്റ് കൗമാര ആരോഗ്യവുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പൊതു മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തുന്നുണ്ട്. ഇത്തരം സന്ദർഭത്തിലൊക്കെ തന്നെ മേലധികാരി നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ജോലികൾ ചെയ്യുന്നതിന് നാം ബാധ്യസ്ഥരാണ്. ഇതുകൂടാതെ ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ പുറത്ത് ഡ്യൂട്ടി വരും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും OD ഡ്യൂട്ടി എന്ന് അല്ലേ. VIP വരുമ്പോൾ അവർക്ക് എസ്കോർട്ട് പോകുന്ന ഡ്യൂട്ടി വരാം. അല്ല എങ്കിൽ വല്ല ആഘോഷങ്ങൾ നടക്കുമ്പോഴേക്കും നമുക്ക് മെഡിക്കൽ ടീമിന്റെ സേവനവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി വരാം. ഇത്തരം സന്ദർഭത്തിലൊക്കെ തന്നെ മേലുദ്യോഗസ്ഥർ നമ്മുടെ പേര് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഡ്യൂട്ടി എടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതുകൂടാതെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും പല പ്രവർത്തനങ്ങൾ നടക്കും. നമുക്കിപ്പോ കായകൽപ്പ് അസസ്മെന്റ് നടന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം അല്ലേ. കായകൽപ്പ് എന്ന് പറയുന്ന അവാർഡാണത്. ആ അവാർഡ് ആശുപത്രിക്ക് ഏറ്റവും നല്ല വൃത്തിയുള്ള ആശുപത്രിക്ക് അല്ലെങ്കിൽ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ച ആരോഗ്യ സ്ഥാപനത്തിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന അവാർഡാണ്.
ആ അവാർഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ആരോഗ്യ സ്ഥാപനത്തിലെ ക്ലീനിങ് സ്റ്റാഫിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം, അല്ലേ? കൃത്യമായ പ്രവർത്തനങ്ങൾ അവർ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിലെല്ലാം അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളാകട്ടെ, ഹോസ്പിറ്റലിന്റെ പൊതു ശുചിത്വ പരിപാടികളാകട്ടെ, ഇതിലൊക്കെ തന്നെ കൃത്യമായ പങ്കുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ അതില് പൂർണ്ണമായും പങ്കാളികളാകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അടുത്ത ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു വസ്തുതയാണ്, നമ്മുടെ ഭാഗത്ത് നിന്ന് യാതെങ്കിലും വിധത്തിലുള്ള ഒരു വീഴ്ചയുണ്ടായാൽ അത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ കാര്യമായി ബാധിക്കുന്ന വിധത്തിലുള്ളതുമാണ്. റിപ്പോർട്ടുകൾ സന്ദേശങ്ങളും ആവശ്യാനുസരണം കൈമാറുക എന്നുള്ളത്. അതുകൂടാതെ ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ വളരെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നവയായിരിക്കും. ഇത്തരത്തിൽ രഹസ്യ സ്വഭാവം ആവശ്യമുള്ള ആശുപത്രി രജിസ്റ്ററുകളോ മറ്റ് രേഖകളോ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പല റിസൾട്ടുകളൊക്കെ ലഭിക്കും, അല്ലേ? അതില് ചിലർക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസ് പ്രത്യേകിച്ച് ഉള്ള പകർച്ചവ്യാധികളൊക്കെ ഉള്ളവരായിരിക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് വെളിപ്പെടുത്താൻ പാടില്ല. ചില സന്ദർഭത്തിൽ നമുക്ക് ജോലി ചെയ്യുന്നത് കൊണ്ട് ചില റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ അറിയായിരിക്കും ഇതിന്റെ റിസൾട്ടിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന്. അത് കണ്ടുടനെ നമ്മളായിരിക്കും മുൻനിരയിൽ നിൽക്കുന്നത്, അല്ലേ? രോഗികളുമായിട്ട് കൂടുതൽ അടുപ്പത്തിൽ വരുന്നത്. അത്തരം സന്ദർഭത്തിൽ നമ്മളോടെ ഉള്ള സ്വാതന്ത്ര്യം കാരണം വന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആ റിസൾട്ട് എന്തായി? ഡോക്ടർ എന്തു പറഞ്ഞു? എന്തെങ്കിലും പറയുന്നത് കേട്ടായിരുന്നോ? ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് അതിന് ഇത്തരത്തിലുള്ള മറുപടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും ആശുപത്രിയെ. അതിനാൽ രഹസ്യ സ്വഭാവം ആവശ്യമുള്ള റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ തന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് അത് പറയാൻ നമ്മൾ പോകരുത്. അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ കൃത്യതയോട് കൂടി തന്നെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഡ്യൂട്ടി സമയത്ത് മൊബൈൽ ഫോണുകൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്. ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നും മൊബൈൽ ഫോണുകൾ ആവശ്യമുണ്ടായിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അല്ല, ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കല്ലാതെ യാതൊരു കാരണവശാലും ഡ്യൂട്ടി സമയത്ത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല. പലപ്പോഴും മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ ഉച്ചത്തിലാക്കി വെക്കുക അത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ആശുപത്രിയിൽ വരുമ്പോഴേക്കും നമുക്ക് അതിന്റെ സൗണ്ട് കുറച്ച് വെക്കുകയോ വൈബ്രേഷൻ മോഡിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രിയിലുള്ള ലാൻഡ് ലൈൻ നമ്പറുകൾ ഉപയോഗിക്കുന്നതിന് വീട്ടിലുള്ളവർക്കും അടുത്ത വേണ്ടപ്പെട്ടവർക്കും ഒക്കെ നിർദ്ദേശം നൽകുക. ഡ്യൂട്ടി സമയത്ത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക, ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. നമുക്കറിയാം ആരോഗ്യ സ്ഥാപനത്തിലെ മുൻനിര പോരാളികളാണ് ഓരോ നഴ്സിംഗ് അസിസ്റ്റന്റും. ആശുപത്രിയിൽ വരുന്ന ഏതൊരു രോഗിയും ആദ്യം കാണുന്നത് ഒരു ഹോസ്പിറ്റൽ അറ്റൻഡറിനെയോ ഗ്രേഡ് 1 അറ്റൻഡറിനെയോ നഴ്സിംഗ് അസിസ്റ്റന്റിനെയോ അല്ലെങ്കിൽ PTSനെയോ ആയിരിക്കാം. ആശയവിനിമയത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? തുടക്കത്തിൽ കാണുമ്പോൾ നമ്മളുമായിട്ടുള്ള ആശയവിനിമയം എങ്ങനെയായിരിക്കും, അതാണ് ആ രോഗി ആശുപത്രിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയം വരെ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു അടുപ്പം എന്ന് പറയുന്നത്. സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാത്ത വിധത്തിൽ നാം കൈമാറാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പല സംശയങ്ങളായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്. ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തവും സ്പഷ്ടവുമായിരിക്കണം. രോഗി സൗഹൃദ അല്ലെങ്കിൽ ജനസൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ആശയവിനിമയം. രോഗിയുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞു വേണം ആശയവിനിമയം നടത്താനായിട്ട്. ചിലർ വളരെ ക്ഷീണിച്ചിട്ടുള്ളവരായിരിക്കും. ഇന്നലെ നിങ്ങൾക്ക് ആരോഗ്യത്തിന്റെ അനുബന്ധ ഘടകങ്ങൾ പറഞ്ഞപ്പോൾ പല ഘടകങ്ങൾ പറഞ്ഞു, അല്ലേ? അതിലെ സാമൂഹിക ഘടകങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ പല വിധത്തിൽ നിന്ന് വരുന്നവരുണ്ട്. സാമ്പത്തിക ഭദ്രതയുള്ള സ്ഥലത്ത് നിന്ന് വരുന്നവരായിരിക്കാം, സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വരുന്നവരായിരിക്കാം. അതുപോലെ പല വിഭാഗത്തിൽ നിന്ന്, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് വരുന്നവരുണ്ടായിരിക്കാം, അല്ലെ? ഉദാഹരണം കോസ്റ്റൽ ഏരിയയിൽ നിന്ന് വരുന്നവർ കാണാം, ആദിവാസി മേഖലയിൽ നിന്ന് വരുന്നവർ കാണാം, അതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗം കാണാം. ഇത്തരത്തിൽ പല വിഭാഗത്തിൽ നിന്നും വരുന്നവരും നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിൽ കാണാം, അല്ലേ?
ഏത് വിഭാഗത്തിൽ നിന്ന് വന്നവരാണെങ്കിലും നമ്മുടെ മുന്നിൽ വന്നേക്കുന്ന ഉപഭോക്താവിനെ ഒരുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സ് വെക്കണം. എല്ലാവരോടും ആശയവിനിമയം നടത്തുമ്പോൾ കൃത്യതയോടുകൂടി തന്നെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ചും രജിസ്ട്രേഷൻ കൗണ്ടറുകളിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ? പേര് ചോദിക്കുമ്പോൾ വ്യക്തമായി പേര് പറഞ്ഞു തരുന്നവരുണ്ട്, നമ്മൾ രണ്ടാമത് ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നവരുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ ഡ്യൂട്ടി സമയത്ത് നമ്മൾ നല്ലതായി പെരുമാറുന്നതിന്റെ ഭാഗമായിട്ട് 4ഓ 5ഓ പ്രാവശ്യം ചോദിച്ചാലും കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തി തന്നെ കൊടുക്കുക. ഇപ്പൊ ഇ ഹെൽത്ത് ഒക്കെ വന്നിട്ടുണ്ട്. പേരൊക്കെ മാറി കൊടുത്തു കഴിഞ്ഞാൽ അത് തിരുത്തല് വരുത്തുന്നതിനും വളരെ ബുദ്ധിമുട്ടുകളാണ്. വീണ്ടും അവര് ആധാർ കാർഡും ഒക്കെ ആയിട്ട് വരേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിച്ച് തന്നെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചില സന്ദർഭത്തിലെ ആശയവിനിമയം മുന്നിൽ നിൽക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് അവസരോചിതമല്ലാതെ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ആശയവിനിമയം പാടില്ല. അപൂർണമായ സന്ദേശങ്ങളും പാടില്ല. ഓരോരുത്തരുടെയും വിദ്യാഭ്യാസം, ആരോഗ്യനില, സാമൂഹിക സാംസ്കാരിക തലം എന്നിവയ്ക്ക് അനുസൃതമായിട്ട് ആശയവിനിമയത്തിൽ അനുവദനീയമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത്തരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ താഴേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ആശയവിനിമയം എപ്പോഴും ക്ലിയർ ആയിരിക്കണം, അതായത് വ്യക്തതയുള്ളതായിരിക്കണം, കൺസൈസ് ആയിരിക്കണം. വലിച്ചു നീട്ടി കഥ പറയാതെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വ്യക്തവും കൃത്യതയും ഉള്ളതായിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ചില സന്ദർഭത്തില് നമ്മുടെ ശരീരഭാഷ അല്ലെങ്കിൽ ചില ചലനങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ ആശയവിനിമയം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അംഗചലനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഓരോ സ്ഥലത്തെയും പ്രാദേശിക ഭാഷയിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലേ? അതും കൂടി കണക്കിലെടുത്തായിരിക്കണം ആശയവിനിമയം നടത്തേണ്ടത്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില സ്ഥലത്ത് നിങ്ങൾ എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ഉള്ള ഭാഷയായിരിക്കാം, ചില സ്ഥലത്ത് അത് റെസ്പെക്റ്റ് അല്ല. ചില സ്ഥലത്ത് നീ എന്ന് പറയുന്നതായിരിക്കാം റെസ്പെക്റ്റ്. എളുപ്പത്തിൽ മനസ്സിലാകാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ചില സ്ഥലത്ത് നീ എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ഉള്ളതല്ല. അപ്പോൾ ഓരോ സ്ഥലത്തെയും പ്രാദേശിക ഭാഷകളിലുള്ള വ്യത്യാസം കണക്കിലെടുത്താണ് ആശയവിനിമയം നടത്തേണ്ടത്. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗി പരിചരണ പ്രവർത്തനങ്ങളിൽ ഡ്യൂട്ടി സ്ഥലത്തെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുക. എന്താണോ ആ രോഗിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായും നമ്മുടെ ഡ്യൂട്ടി സ്ഥലത്ത് നമ്മുടെ തൊട്ടു മുകളിലുള്ള മേലുദ്യോഗസ്ഥരോട് ചോദിച്ച് മാത്രം പ്രവർത്തിക്കുക. രോഗി പരിചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളത്. രോഗികളുടെ സ്വകാര്യത എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. അതുകൂടാതെ രോഗിയുടെ കിടക്കയും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ശുചിത്വം പാലിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കുക. ശുചിത്വം വളരെയധികം പ്രാധാന്യത്തോടുകൂടി കാണേണ്ട വസ്തുതയാണ്. അണുബാധയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് സെഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് അതിൽ പറഞ്ഞു തരും. എന്നാലും ഒരു ഹോസ്പിറ്റൽ അറ്റൻഡന്റ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ് നമ്മൾ പരിചരിക്കുന്ന രോഗികൾക്ക് ശുചിത്വത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ദിവസവും കുളിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമുക്ക് സംശയം തോന്നും, എല്ലാവരിടത്തും ദിവസവും കുളിക്കാൻ പറയണോ? വേണ്ട. നമ്മുടെ മേലധികാരികളോട് ചോദിച്ചതിനു ശേഷം ആവശ്യമുള്ളവരെ ദിവസവും കുളിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. ദിവസവും വസ്ത്രം മാറുന്നതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. വാട്ടർ സാനിറ്റേഷൻ, അതായത് വെള്ളം ചൂടാക്കി കുടിക്കേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുക. കൈകൾ കഴുകേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അതുകൂടാതെ ചുമയ്ക്കുകയും തുമ്മുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തില് വായും മൂക്കും കവർ ചെയ്ത് ചുമയ്ക്കുകയും തുമ്മുകയും ചെയ്യേണ്ട ആവശ്യകത, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഓരോ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ അറ്റൻഡന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് വിഭാഗത്തിന്റെ ഉത്തരവാദിത്വമാണ്.
രോഗീ പരിചരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെയും സഹായിക്കുക. അതായത് നമുക്കറിയാവുന്നതാണല്ലേ, ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. രാവിലത്തെ ബെഡ് മേക്കിംഗ് തൊട്ട് ഒരു രോഗി ഡിസ്ചാർജായി പോയി കഴിഞ്ഞാൽ ആ ഡിസ്ചാർജായ രോഗിയുടെ ബെഡ് വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ വരുന്നതാണ്. യൂണിറ്റ് സജ്ജീകരണം ഉൾപ്പെടെ നിങ്ങൾക്ക് സെഷൻ ഉണ്ട്. അതിൽ ഓരോന്നിനെ കുറിച്ചും വിശദീകരിച്ച് പറഞ്ഞു തരുന്നതുണ്ട്. ബെഡ് മേക്കിങ്ങിൽ ഓരോ ബെഡും ഏത് വിധത്തിലാണ് വിരിച്ചിടേണ്ടത്. ചില ആശുപത്രികൾക്ക് ഓരോ ദിവസവും ഓരോ കളറിലുള്ള ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞ് രോഗിയെ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റിസീവ് ചെയ്യണം, കിടക്കകൾ തമ്മിലുള്ള അകലം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നാം അറിഞ്ഞിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ജീവനക്കാരെ സഹായിക്കാൻ കഴിയും. കിടപ്പ് രോഗികളുടെ പരിചരണം അതാത് സ്ഥലത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക്, പ്രത്യേകിച്ചും ICUലുള്ള കിടപ്പ് രോഗികളാണെങ്കിൽ നമുക്ക് അവരെ കൂടെ ആളിനെ നിർത്തുന്നില്ല. അത്തരം സന്ദർഭത്തിൽ അവർക്ക് നമുക്ക് ബെഡ് ബാത്ത് കൊടുക്കേണ്ടി വരും. അവരുടെ ഹെയർ കെയർ അല്ലെ, തലമുടി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടി വരും. അവരുടെ നെയിൽ കെയർ, നഖം വെട്ടി വൃത്തിയാക്കേണ്ടി വരും. അതുകൂടാതെ അവർക്ക് ബെഡ് പാൻ കൊടുക്കേണ്ടി വരും. അല്ല പാമ്പേഴ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് വൃത്തിയാക്കേണ്ടി വരും. അവരുടെ ഡ്രസ്സ് ദിവസവും മാറ്റി കൊടുക്കേണ്ടത് വരും. ഇത്തരത്തിൽ കിടപ്പ് രോഗികൾക്ക് എന്തൊക്കെ പരിചരണം ചെയ്യണോ അത് അതാത് സ്ഥലത്തെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ്. സ്ഥാപനത്തിൽ ഭക്ഷണ വിതരണത്തിന് സഹായിക്കുകയും ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്തെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളാകുകയും ചെയ്യേണ്ടതാണ്. ചില ആരോഗ്യ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കിച്ചൺ ഉണ്ട്. കിച്ചൺ ഇല്ലെങ്കിൽ പോലും പല ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ബ്രെഡ്, പാല് ഇവയൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിലും പാല് കൊണ്ടുവന്നാൽ അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, കൃത്യമായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ടോ? അതുകൂടാതെ ബ്രെഡ് കൊണ്ടുവന്നാൽ അത് കൃത്യമായിട്ട് അടച്ചു വെക്കുന്നുണ്ടോ? പെസ്റ്റുകൾ, അതായത് പാറ്റയൊക്കെ ഉള്ള സ്ഥലത്താണോ വെക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. കിച്ചണുള്ള സ്ഥലമാണെങ്കിൽ കിച്ചണുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്, പ്രത്യേകിച്ച് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ. അതുകൂടാതെ ചില ആരോഗ്യ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കിച്ചൺ ഉണ്ട്. അവിടെ കഞ്ഞി പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കിച്ചൺ ഉണ്ട്. ഈ സ്ഥലത്തൊക്കെ നമുക്ക് ഡ്യൂട്ടി വന്നാൽ അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ഭക്ഷണ വസ്തുക്കളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് കൃത്യമായിട്ടാണോ എന്ന് നമ്മൾ നോക്കണം, അല്ലേ? പെരിഷബിളും നോൺ പെരിഷബിളും, അതായത് ഇപ്പോൾ അരി, മറ്റ് ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തല്ല പച്ചക്കറി, പാല് തുടങ്ങിയ വസ്തുക്കൾ സൂക്ഷിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ യൂണിറ്റിൽ ഡ്യൂട്ടിയുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത രോഗികളാണെങ്കിൽ അസിസ്റ്റഡ് ഫീഡ് ചെയ്യണം, അല്ലെ? കഴിക്കാൻ കഴിയാത്തവരാണ് ICUലുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഭക്ഷണം കഴിക്കാൻ സഹായിക്കണം. ഇപ്പം വാർഡിലാണുള്ളത്, റൈൽസ് ട്യൂബ് വഴി ഫീഡ് കൊടുക്കുന്ന പേഷ്യന്റ് ആണ് കിടക്കുന്നത്. നമ്മൾ 1-2 പ്രാവശ്യം അവരുടെ ബൈസ്റ്റാൻഡറിന് പറഞ്ഞു കൊടുക്കും. അവർക്ക് അറിഞ്ഞില്ല എങ്കിൽ വീണ്ടും അവരെ സഹായിക്കണം. അത് അവിടുത്തെ മേലധികാരിയുടെ അറിവോട് കൂടി നമ്മൾ അത്തരത്തിലുള്ളവരെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. കൂട്ടിരിപ്പുകാർ, പരിചാരകരില്ലാത്ത രോഗികളൊക്കെ വന്നാൽ അവർക്കും ആവശ്യമായ സഹായങ്ങൾ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു കൊടുക്കുക. ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികളിലൊക്കെ ഇത്തരത്തിലുള്ള രോഗികൾ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മേലധികാരികൾ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് പ്രകാരം അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ ഇത്തരത്തിലുള്ള രോഗികളെ പാർപ്പിക്കുന്നതിന് സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റാനായിരിക്കും മേലധികാരി നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ രോഗിയുടെ കൂടെ നമ്മൾ അക്കമ്പനി ചെയ്യണം, കൂടെ പോകണമെന്ന് നിർദ്ദേശിച്ചാൽ ഉറപ്പായിട്ടും പോയി ആ ആരോഗ്യ സ്ഥാപനത്തിൽ എത്തിച്ച് കൊടുക്കേണ്ടതുണ്ട്. മാനസികരോഗ ആശുപത്രി പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിൽ രോഗികളുടെ കൂടെ മറ്റ് റെഫർ ചെയ്യുന്ന ആശുപത്രികളിൽ ചിലപ്പോൾ നമുക്ക് സഹായിയായി പോകേണ്ട സന്ദർഭം ഉണ്ടാകാം. ഇത്തരം സന്ദർഭം ഉണ്ടായാലും മേലധികാരിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ആ ജോലികളൊക്കെ ചെയ്യേണ്ടത്. പ്രവർത്തന സ്ഥലം ക്രമീകരിക്കുന്നതിൽ പങ്കാളികളാകുക, അതായത് നമ്മുടെ യൂണിറ്റ് സജ്ജീകരണം. യൂണിറ്റ് സജ്ജീകരണം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നാളെ വിശദമായ സെഷൻ ഉണ്ട്. അതില്
5S ക്രമീകരണ രീതി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അതിലെ ആദ്യത്തെ S എന്ന് പറയുന്നതാണ് സോർട്ട്, പ്രവർത്തനങ്ങൾ തരംതിരിക്കുക. രണ്ടാമത്തത് സെറ്റ് ഇൻ ഓർഡർ, അത് കൃത്യമായിട്ട് അടുക്കി വൃത്തിയാക്കി വെക്കുക. മൂന്നാമത്തത് ഷൈൻ, നമ്മുടെ ആ യൂണിറ്റിൽ ഒരു പൊടി പോലും ഉണ്ടാകാതെ വെട്ടിത്തിളങ്ങുന്ന വിധത്തിൽ ആ യൂണിറ്റ് വെക്കുക. 4 സ്റ്റാൻഡേർഡൈസ്, നമ്മുടെ ഓരോ ആരോഗ്യ സ്ഥാപനത്തിനും ഒരു സ്റ്റാൻഡേർഡ് രീതി ഉണ്ടായിരിക്കും. അഞ്ചാമത്തത് സസ്റ്റെയിൻ ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടി സമയത്ത് മുഴുവനും അത് നിലനിർത്തിക്കൊണ്ട് പോകുക. അതിനുശേഷം ഓരോരുത്തരും നിലനിർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിൽ അത് നിലനിന്നു പോകുകയുള്ളൂ. യൂണിറ്റ് സജ്ജീകരണത്തിൽ നമ്മൾ ഉറപ്പായിട്ടും പങ്കാളികളാകേണ്ടതുണ്ട്. രോഗികളെ സ്ഥാപനത്തിലെ തന്നെ നിർദ്ദേശിക്കുന്ന വിവിധ ഭാഗങ്ങളിലേക്ക് സമയബന്ധിതമായും സുരക്ഷിതമായും എത്തിക്കുകയും തിരിച്ചെത്തിക്കുകയും ചെയ്യുക. ഉദാഹരണം, ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് രോഗിയെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. ചിലപ്പോൾ ICUവിൽ കിടക്കുന്ന രോഗിയെ അസുഖം കുറവായി ഇനിയും നമുക്ക് വാർഡിലേക്ക് മാറ്റാം. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലുള്ള രോഗിയെ സർജറി വാർഡിലേക്ക് മാറ്റാം. അതുകൂടാതെ രോഗികളെ എക്സ്റേ എടുക്കുന്നതിന്, സ്കാനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ലാബിലെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഏതെങ്കിലും സന്ദർഭത്തിൽ ആശുപത്രിക്കകത്ത് തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരേണ്ടതാണെങ്കിൽ കൃത്യമായും സുരക്ഷിതമായും തിരിച്ചു കൊണ്ടുവരിക. ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ വീൽ ചെയറിലാണോ സ്ട്രെച്ചറിലാണോ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ആ യൂണിറ്റിലെ മേലധികാരിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്ട്രെച്ചറിലോ വീൽ ചെയറിലോ ഒക്കെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവർക്ക് സേഫ്റ്റി ബെൽറ്റ് ഉറപ്പായിട്ടും ധരിച്ച് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. വീൽ ചെയറിനൊക്കെ സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. നമ്മുടെ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പായിട്ട്, പ്രത്യേകിച്ചും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാഷ്വാലിറ്റിയിലൊക്കെ ഡ്യൂട്ടി ഇട്ടാൽ നമ്മൾ വീൽ ചെയറും സ്ട്രെച്ചറും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിന് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പായിട്ടും ജീവനക്കാർ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായും രോഗിയുടെ കൂടെ പോകേണ്ടതാണ്. അതും നാം അറിഞ്ഞ് ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. പല സ്ഥാപനങ്ങളിലും പല വിധത്തിലാണ് ഇതിന്റെ ഡ്യൂട്ടി ലിസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ചിലപ്പോ പോകാൻ താല്പര്യമുള്ള ജീവനക്കാർ പോകും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡ്യൂട്ടി ഷെഡ്യൂൾ ചെയ്യും, അല്ലെ? ഓരോരുത്തരുടെയും ലിസ്റ്റ് ഇട്ടേക്കും, ആദ്യം പോകുന്നവരുടെ അനുസരിച്ച്. എങ്ങനെയാണോ സ്ഥാപനത്തിന്റെ രീതി അതനുസരിച്ച് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടും ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അണുബാധ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ആരോഗ്യ സ്ഥാപനത്തിലെ അണുബാധ നിയന്ത്രണ കമ്മിറ്റിയിൽ ആ സ്ഥാപനത്തിലെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഗ്രേഡ് 2, ഗ്രേഡ് 1 അറ്റൻഡർ കമ്മിറ്റി മെമ്പർമാരാണ്. അപ്പോൾ സ്ഥാപനത്തിലെ അണുബാധ നിയന്ത്രണ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് കമ്മിറ്റിയിൽ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യും. ആ കമ്മിറ്റിയിൽ പറയുന്ന തീരുമാനം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. കൂടാതെ അണുബാധ നിയന്ത്രണ അടിസ്ഥാന മുൻകരുതലുകളെ കുറിച്ചും വ്യക്തമായി അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ, എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത് കൈകളുടെ ശുചിത്വം. കൈകളുടെ ശുചിത്വം എങ്ങനെ വരുത്തണം, ഏതൊക്കെ സന്ദർഭത്തിൽ കൈകളുടെ ശുചിത്വം വരുത്തണം, ഇത് നമ്മളും അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിലുള്ള രോഗികളെയും കൂട്ടിരിപ്പുകാരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. മൂന്നാമത്തത് വ്യക്തി സുരക്ഷാ ഉപാധികളുടെ ഉപയോഗം. വ്യക്തി സുരക്ഷാ ഉപാധികൾ ഓരോന്നും തന്നെ കൃത്യമായിട്ട് മാത്രം അല്ലെങ്കിൽ ആവശ്യാനുസരണം മാത്രം ഉപയോഗിക്കുക. വ്യക്തി സുരക്ഷാ ഉപാധികൾ എങ്ങനെ ധരിക്കണമെന്ന് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. പ്രത്യേകിച്ചും മാസ്ക്, ഗ്ലൗസ്, ഗൗൺ ഇതെല്ലാം തന്നെ എങ്ങനെ ധരിക്കണമെന്ന് നാം അറിഞ്ഞിരിക്കണം. അതെങ്ങനെ ഊരി മാറ്റണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൂടാതെ ഉപയോഗിച്ച വ്യക്തി സുരക്ഷാ ഉപാധികൾ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്. നമ്മുടെ ആശുപത്രിയിൽ ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജന നിയമപ്രകാരം ഏത് കളറിലുള്ള ബക്കറ്റിലാണ് ഇത് നിക്ഷേപിക്കേണ്ടതെന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് ശ്വസന ശുചിത്വം, അല്ലേ? ശ്വസന ശുചിത്വം എന്ന് പറയുമ്പോൾ ചുമയ്ക്കുകയും തുമ്മുകയും ഒക്കെ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു കൂട്ടം നിർദ്ദേശങ്ങളെയാണ് ശ്വസന ശുചിത്വം അല്ലെങ്കിൽ നല്ല ചുമശീലങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡ്യൂട്ടിയുള്ള OPയിലാണ് ഡ്യൂട്ടി എങ്കിൽ അവിടെ കഫ് കോർണറുകൾ ഉണ്ടെങ്കിൽ കഫ് കോർണറുകൾ സജ്ജീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവിടെ ആവശ്യമായ വസ്തുക്കളെല്ലാം വെക്കണം. സോപ്പ് സൊല്യൂഷൻ ഉണ്ടായിരിക്കണം, മാസ്ക് വെക്കേണ്ടതാണ്, കൈ കഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസ്ക് ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇടുന്നതിന് വേണ്ടിയുള്ള ബക്കറ്റ്, അതായത് മഞ്ഞ കളർ ബക്കറ്റ് ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ യൂണിറ്റ് സജ്ജീകരണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്.
അടുത്ത് രോഗികളെ കിടത്തുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പേഷ്യന്റ് പ്ലേസ്മെന്റ് അറിഞ്ഞിരിക്കണം, അല്ലേ? കിടക്ക വിരിച്ച് വൃത്തിയാക്കുക, കട്ടിലുകളുടെ അകലം ക്രമീകരിക്കുക. കട്ടിലുകൾ തമ്മിലുള്ള അകലം കൃത്യമായിട്ട് നമ്മൾ ക്രമീകരിക്കേണ്ടതാണ്. 2 കട്ടിലുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞത് 4 അടിയായിട്ട് ക്രമീകരിക്കേണ്ടതാണ്. കട്ടിലും ചുവരും തമ്മിലുള്ള അകലം 2 അടിയായി ക്രമീകരിക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് തന്നെ കണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അടുത്തത് സേഫ് ഇഞ്ചക്ഷൻ ആൻഡ് ഇൻഫ്യൂഷൻ പ്രാക്ടീസസ്, അല്ലേ? പ്രത്യേകിച്ചും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നില്ല, ഞങ്ങൾ എന്തിനാണ്? അല്ല, ഇഞ്ചക്ഷൻ കൊടുത്തില്ല എങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഷാർപ്പ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും, അല്ല നമുക്ക് ആർക്കെങ്കിലും പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ് മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് കഴിക്കുന്നതിനും നാം തയ്യാറാകേണ്ടതാണ്. സ്ഥാപനത്തിന്റെ എല്ലാവിധ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുക. പ്രത്യേകിച്ചും ഉപകരണങ്ങളുടെ അണുനശീകരണ പ്രവർത്തനത്തിൽ. ഉപകരണങ്ങളുടെ അണുനശീകരണ പ്രവർത്തനത്തിന് ആവശ്യമായ അണുനശീകരണ ലായനി കൃത്യമായിട്ട് തയ്യാറാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, 1% ബ്ലീച്ച് ലായനി അല്ലെങ്കിൽ ഹൈപ്പോക്ലോറൈറ്റ് ലായനിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. സ്ഥാപനത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു സ്ഥലത്ത് തയ്യാറാക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങളുമുണ്ട്, അതാത് യൂണിറ്റുകളിൽ തയ്യാറാക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങളുമുണ്ട്. നമുക്ക് എല്ലാവർക്കും സംശയമുള്ള കാര്യങ്ങളാണല്ലേ ഇത്രയും. ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഒരു സ്ഥലത്ത് തയ്യാറാക്കിയാൽ അത് ബുദ്ധിമുട്ടല്ലേ? ഉറപ്പായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള വ്യക്തി സുരക്ഷാ ഉപാധികളൊക്കെ ധരിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അത് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അടുത്ത ഉപകരണങ്ങളുടെ അണുനശീകരണവുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഡീകണ്ടാമിനേഷൻ സമയം 1% ഹൈപ്പോക്ലോറൈറ്റ് ലായനിയിൽ 10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം അത് കഴുകണം. കഴുകുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഡിറ്റർജന്റ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടത്. ഉപകരണങ്ങൾ കഴുകിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉണക്കി അതിനുശേഷം മാത്രമേ പാക്ക് ചെയ്യാൻ പാടുള്ളൂ. പാക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ലേബൽ ചെയ്യണം. നമ്മളാണ് പാക്ക് ചെയ്യേണ്ടതെങ്കിലും അത് നമ്മുടെ സൂപ്പർവൈസറെ കാണിച്ച് അത് ഉറപ്പുവരുത്തണം. ഇന്ന സെറ്റിൽ ഇത്രയും ഉപകരണങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തുക. അതും നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഡ്രസ്സിങ്ങിന് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ തയ്യാറാക്കി വെക്കുക. അതിന്റെ സ്റ്റെറിലൈസേഷൻ നടത്തുക. സ്റ്റെറിലൈസേഷൻ ടൈം കൃത്യമായിട്ട് പാലിക്കുക, അല്ലേ? 121 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 15 പൗണ്ട് പ്രഷറിൽ 30 മിനിറ്റ് സ്റ്റെറൈൽ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപകരണങ്ങൾ സ്റ്റെറൈലാക്കി എന്ന് പറയാൻ കഴിയുള്ളൂ. ഇത്രയും ചെയ്താലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഇത് ഉറപ്പിക്കണമെങ്കിൽ അതിൽ ഇൻഡിക്കേറ്റർ സ്റ്റിക്കറുകൾ പതിപ്പിക്കണം, അല്ലെ? സിഗ്നോലാക്ക് എങ്കിലും പതിപ്പിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെയാണ് ലിനൻ ലോണ്ടറി മാനേജ്മെന്റ്, അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്. ലിനൻ ലോണ്ടറി മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രോഗികൾ ഉപയോഗിച്ച ലിനനും കാണും, ഉപയോഗിച്ച് അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശരീരസ്രവങ്ങൾ പറ്റിയ ലിനനും കാണും. ശരീരസ്രവങ്ങൾ പുരണ്ടതാണെങ്കിൽ അത് പ്രത്യേകം ശേഖരിച്ച് അണുനശീകരണം വരുത്തി മാത്രമേ ലോണ്ടറിയിലേക്ക് കൈമാറാൻ പാടുള്ളൂ. അല്ലാത്ത ലിനനുകൾ സെപ്പറേറ്റ് സൂക്ഷിക്കേണ്ടതാണ്. ഒരിക്കലും ഇൻഫെക്ഷ്യസ് ലിനനും അല്ലാത്ത ലിനനും ഒന്നിച്ച് സൂക്ഷിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ആശുപത്രിയുടെ എല്ലാ ലിനനും ഏതൊക്കെ സമയത്താണ് മാറ്റേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഉദാഹരണം, ബെഡ്ഷീറ്റ് എല്ലാ ദിവസവും ആവശ്യമുള്ള സന്ദർഭങ്ങളിലും മാറ്റേണ്ടതാണ്. കർട്ടൻ പല വിധത്തിൽ മാറ്റുന്നുണ്ട്. 2 ദിവസത്തിൽ ഒരിക്കൽ മാറ്റുന്ന ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ മാറ്റുന്ന ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്. ഈ 2 സന്ദർഭത്തിൽ ചെയ്താലും ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിലും മാറ്റേണ്ടതുണ്ട്, അല്ലേ? കർട്ടനിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശരീരസ്രവം തെറിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ തന്നെ അത് മാറ്റേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആശുപത്രിയിലെ ജീവനക്കാരായ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഗ്രേഡ് 1, ഗ്രേഡ് 2 അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് മാറ്റുന്നതിനും കഴിയൂ. ആശുപത്രി മാനദണ്ഡ പ്രകാരമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, അല്ലേ?
ധാരാളം പ്രവർത്തനങ്ങളുണ്ട് മാനദണ്ഡ പ്രകാരം ശുചീകരണ പ്രവർത്തനങ്ങൾ. ശുചീകരണ പ്രവർത്തനത്തിന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു സെഷനും ഇതിൽ വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തറ തുടയ്ക്കുന്നത് തൊട്ട് നമ്മുടെ റൂഫ് വൃത്തിയാക്കുന്നത് വരെ വരും അല്ലെ. ഓരോ ആശുപത്രിക്കും വ്യത്യാസമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രി ആണെങ്കിൽ ഒരു ദിവസം 3 പ്രാവശ്യം നിർബന്ധമായിട്ടും നമ്മൾ മോപ്പിംഗ് നടത്തേണ്ടതുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ മാത്രം പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങളാണെങ്കിൽ 2 പ്രാവശ്യം ചെയ്താൽ മതിയായിരിക്കും. അതുകൂടാതെ വാഷ് ബേസിൻ ക്ലീനിങ് ആശുപത്രിയുടെ മാനദണ്ഡ പ്രകാരം എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. ഫാൻ വൃത്തിയാക്കുന്നത്, ഓരോ ആശുപത്രി ഉപകരണങ്ങളും വൃത്തിയാക്കുന്നതിനുള്ള ഷെഡ്യൂള്, ഇത് കൂടാതെ ടോയ്ലറ്റിന്റെ ക്ലീനിങ്, ഡ്രെയിനേജ് ക്ലീനിങ്, ഇത്തരത്തിലുള്ള എല്ലാ ക്ലീനിങ് പ്രവർത്തനങ്ങൾക്കും ആശുപത്രിയുടെ മാനദണ്ഡ പ്രകാരം മാത്രം ചെയ്യണം. ക്ലീനിങ് പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന വ്യക്തി ക്ലീനിങ് ചെക്ക് ലിസ്റ്റിൽ ഒപ്പിടുന്നതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടു മുകളിലുള്ള സൂപ്പർവൈസറെ കാണിച്ച് നാം ചെയ്ത ക്ലീനിങ് പ്രവർത്തനം നല്ലതായിരുന്നു എന്ന് ഉറപ്പുവരുത്തുകയും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. അണുനശീകരണം വരുത്തേണ്ട ഉപകരണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അണുനശീകരണം വരുത്തണം. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് അണുനശീകരണ ലായനികൾ തയ്യാറാക്കി വെക്കേണ്ടത്. അത് ഞാൻ മുമ്പേ പറഞ്ഞു. ചിലപ്പോ ആശുപത്രിയുടെ എല്ലാ യൂണിറ്റിലേക്കും വേണ്ടി ഒരു സ്ഥലത്ത് തയ്യാറാക്കുന്ന സ്ഥലം കാണും, ചിലപ്പോൾ അതാത് യൂണിറ്റുകളിൽ തയ്യാറാക്കുന്ന സ്ഥലം കാണും. ഇതുകൂടാതെ അണുബാധ നിയന്ത്രണ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ആശുപത്രിയിലെ ജീവനക്കാർക്കെല്ലാം തന്നെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നുണ്ട്. നമ്മളും ആ ഹെൽത്ത് ചെക്കപ്പിൽ പങ്കാളികളാവുകയും വാക്സിനേഷൻ എടുക്കുകയും വേണ്ടതാണ്. പ്രത്യേകിച്ചും ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരെയുള്ള വാക്സിൻ നമ്മൾ ഉറപ്പായിട്ടും എടുത്തിരിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നീഡിൽ സ്പ്രിക്ക് ഇഞ്ചുറി ഉണ്ടായാൽ മേലധികാരിയെ റിപ്പോർട്ട് ചെയ്യുകയും അവരുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ കൈക്കൊള്ളുകയും വേണം. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വന്നു കഴിഞ്ഞാൽ അതും പാലിക്കേണ്ടതാണ്. മാലിന്യ നിർമ്മാർജ്ജന നിയമങ്ങൾ കൃത്യമായിട്ടും പാലിക്കണം അല്ലെ. ബയോമെഡിക്കൽ മാലിന്യത്തിന് നമുക്കറിയാം കളർ കോഡ് അനുസരിച്ചുള്ള കണ്ടെയ്നറുകളുണ്ട്. 4 കളർ കോഡ് കണ്ടെയ്നറുകളിലാണ് നമ്മൾ ഇത് ശേഖരിക്കുന്നത്. മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള. അതിൽ വെള്ളയ്ക്ക് കുറച്ചുകൂടി സ്പെസിഫിക്കേഷൻ ഉണ്ട്. ടാമ്പർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറുകളാണ്, പങ്ചർ പ്രൂഫ് ആൻഡ് ടാമ്പർ പ്രൂഫ് കണ്ടെയ്നറുകളാണ് ഉപയോഗിക്കുന്നത്. ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് വീണ്ടും പുനരുപയോഗിക്കുന്നതല്ല. ബക്കറ്റുകൾ മാത്രമേ പുനരുപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കാര്യവും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിലെല്ലാം തന്നെ നമ്മൾ സ്റ്റോറേജ് റൂമിലേക്ക് മാറ്റിയ മാലിന്യങ്ങളുടെ കണക്ക് കൃത്യമായിട്ട് നമ്മുടെ സൂപ്പർവൈസറെ അറിയിക്കുകയോ അല്ല അവിടുത്തെ ലോഗ് ബുക്കിൽ അതാത് ഡ്യൂട്ടിയിലുള്ളവരാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അതും കൃത്യമായിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കേണ്ടതാണ്. മാലിന്യം തരംതിരിച്ച് തന്നെ ശേഖരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് പൊതുമാലിന്യങ്ങളും വരാം അല്ലെ. ധാരാളം പൊതുമാലിന്യങ്ങളിൽ രോഗികൾ കൊണ്ടുവരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ വരാം, പേപ്പറുകൾ വരാം. പൊതുമാലിന്യങ്ങൾ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് കൂട്ടിരിപ്പുകാർക്ക് കൃത്യമായിട്ട് നിർദ്ദേശം നൽകണം. അതുകൂടാതെ നമ്മളെ ഡ്യൂട്ടി സമയത്ത് അവർ കൃത്യമായിട്ടാണോ അത് നിക്ഷേപിക്കുന്നതെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോരുത്തരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് നമ്മളും അറിഞ്ഞിരിക്കുക നമ്മുടെ ആശുപത്രിയിലെ പൊതുവായ ശുചിത്വത്തിന് വളരെ അത്യാവശ്യമായി കാണേണ്ടതാണ്. ഇതൊന്നും കൂടാതെ തന്നെ ധാരാളം കാര്യങ്ങൾ ആശുപത്രിയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായി വന്നതായിട്ട് നമ്മുടെ മേലധികാരികൾ നിർദ്ദേശിച്ചാൽ അത്തരം ജോലികൾ കൂടി നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയപ്പോൾ വീണ്ടും നഴ്സിംഗ് അസിസ്റ്റന്റിന് ഒരു ഉത്തരവ് 19/7/2018 നിലവിൽ വന്നു. ആ ഉത്തരവിൽ 1-2 കാര്യങ്ങൾ പുതിയതായിട്ട് പറയുന്നതിൽ ഒന്നാണ് ഇ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ.
ഇ ഹെൽത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇ ഹെൽത്തിന്റെ ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ട്രെയിനിങ്ങോ നിങ്ങൾ നേടേണ്ടതാണ്. എങ്കിലേ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയൂ. അത് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മുൻ പറഞ്ഞതുപോലെ ചെയ്യാവുന്നതാണ്. അതിൽ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ്, ഒരു ഗ്രേഡ് 2 അറ്റൻഡർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ നിന്ന് LSGDയിൽ നിന്നൊക്കെ ആളിനെ തന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അല്ല എങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റും ഗ്രേഡ് 2ഉം തമ്മിൽ സഹകരിച്ച് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഒരു ആശുപത്രിയിലെ അവിഭാജ്യ ഘടകമാണ് ആ ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിൽ വരുന്നവർക്കും നമുക്ക് സന്തോഷം നൽകാൻ കഴിയൂ, അല്ലേ? സ്റ്റേ പോസിറ്റീവ്, വർക്ക് ഹാർഡ്, മേക്ക് ഇറ്റ് ഹാപ്പൺ. എപ്പോഴും ഇത് തന്നെ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യേണ്ടത്.